ഒരേ കാറ്റഗറിയിൽ ഒന്ന് പഴയ മോഡലും ഒന്ന് പുതിയ മോഡലും ആണ്. ഏറ്റവും അങ്ങനെയും പറയാം. ഓക്കെ, അപ്പൊ എന്നെ തെറി തുടങ്ങിട്ട് വന്നോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട രണ്ടുപേരും ഞാൻ വെൽക്കം ചെയ്യാണ്. ഐ ആം വെൽക്കമിങ് ബാക്ക് മൊട്ട ജോണി ആൻഡ് സാഗർ ടു KVA. സൈമൻ സാർ, ഒരു ചെറിയൊരു തിരുത്തുണ്ട്. അതായത് സാഗർ അല്ല, സാഗറിന്റെ മോനാണ് വരുന്നത്. CR ശിവൻ സാഗർ. CR ശിവൻ ആൻഡ് മുട്ട ജോണി. പിന്നെ അന്ന് ഇന്ന് കുളിക്കില്ല മാറ്റത്തില്ല. പ്രൊഡക്ഷന്റെ മോനാണോ? യുകെയിലാണോ ബ്രോ? ഹലോ, നമസ്കാരം. നമസ്കാരം. എന്തു പറ്റി? എന്താണ്? ഒന്നുമില്ല, നമ്മള് റിക്രൂട്ട്മെന്റ് നടത്തായിരുന്നേ. ഞങ്ങളാണ്. നിങ്ങളാണോ? എന്നാ വെൽക്കം. വെൽക്കം CR ശിവൻ, വെൽക്കം മൊട്ട ജോണി, വെൽക്കം ബാക്ക്. എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത് CR ശിവൻ? ഷാദി സമാധാനോ? ഇതെന്താണ് ഈ പുതിയ ലുക്കിന് പിന്നിലുള്ള ഒരു ഇൻസ്പിറേഷൻ? ചിലരൊക്കെ വെറൈറ്റി പിടിക്കുമ്പോ അതേ വെറൈറ്റി പിടിക്കാൻ കുറെ ഉണ്ടാവും. മുഖത്ത് കരിവാരിയൊക്കെ തേച്ചാ വന്നേക്കുന്നത്. മൊട്ട ജോണി പിന്നെ ബാക്ക് പഴയ മൊട്ട ഇനി പവർ ആക്കണ്ടേ മൊട്ടെ സാഗറെ? അത്രേ ഉള്ളൂ. ജോണിയമ്മ, എന്താണ് ഈ അവസരത്തിൽ ഇവരുടെ അടുത്ത് പറയാനുള്ളത്? ജോണിയമ്മ, വെൽക്കം ബാക്ക്. മുട്ടയോടാണ് പറയുന്നത്. വെൽക്കം ബാക്ക് മുട്ട. സാഗർ വൈസ് ചേഞ്ചർ നെയിം സാഗർ ചേഞ്ചർ അവന്റെ വിവർത്തനായിരുന്നു. അവര് ഈ പേര് മതി എന്നുള്ളത്. പിന്നെ CR ശിവനോട് വെൽക്കം. വെൽക്കം CR ശിവൻ സാഗർ. ഫുൾ നെയിം സാഗർ ഉണ്ടല്ലേ? സാഗർ തന്നെയാണ്. എന്താണ് CR ശിവൻ എന്നുള്ള ഒരു പേരിന് പിന്നിലുള്ള ഒരു ഇൻസ്പിറേഷൻ? അല്ല, എന്താണ് പ്രത്യേകിച്ച് ഇൻസ്പിറേഷൻ? CR സെവൻ ഫാനാണോ? എല്ലാരും വന്ന് ചീത്ത വിളിക്കുന്ന അവനിട്ട് കൊണ്ടുപോവാ. ഇതാവുമ്പോ പ്രശ്നമില്ല. ചാറ്റിലൊക്കെ വന്ന് CR7 പറയുന്ന പറഞ്ഞ റൊണാൾഡോ ഫാൻസ് അവനെ ചീത്ത വിളിക്കും, മനസ്സിലായോ? ഓ, അപ്പൊ സൈക്കോളജിക്കൽ മൂവ്സ് ആണ്. അപ്പൊ രണ്ടും പേര് കേട്ട വള്ളികളായതുകൊണ്ട് ഒരു കാര്യം പറയാം. ഇനി അങ്ങോട്ടേക്ക് വള്ളി പുള്ളി ഒന്നുമില്ല ഇവിടെ. സമാധാനം. കേട്ടോ, അകത്ത് കയറി അടുക്കളയിലോട്ട് പോവുക. അതെ അതെ, ബി എ ഗുഡ് ബോയ്സ്. തീർച്ചയായും. അതെ അതെ, അങ്ങോട്ട് പോയി ഒരു ഇതിന് നിക്കരുത്. ഇങ്ങോട്ട് വന്നാലും പിന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകൾ കാണും ഞങ്ങളിൽ. അങ്ങനെ ഒരു പ്രതീക്ഷ നിങ്ങൾക്ക് കാണരുത്. അയ്യോ, അത് ഞങ്ങൾക്കില്ല. എന്താ മുട്ട വിചാരിച്ച നടക്കുകയൊക്കെ ചെയ്യും. എനിക്ക് 2 ദിവസം മുമ്പ് ഇവിടെ വന്നപ്പോ എന്നോട് പറഞ്ഞ് സിറ്റിസൺ പോണോന്ന്. അന്നേ ഞാൻ വിചാരിച്ച മുന്നിൽ ആ പേര് കയറ്റുമെന്ന്. അത്രേ ഉള്ളൂ. മറ്റേ വിളിക്കട്ടെ, പറഞ്ഞോനെ വിളിക്കട്ടെ. നമുക്ക് അടുത്ത സിറ്റുവേഷനെ വിളിക്കാം. ഇതില് വേറെ ട്വിസ്റ്റ് ഉണ്ട്. ഈ CR ശിവന്റെ തൊട്ട് വേറെ പേര് നമ്മൾ അനൗൺസ് ചെയ്താൽ നമുക്ക് ബാങ്ക് കിട്ടും. ഒരു പേരിട്ടായിരുന്നു. ആ പേര് നമ്മള് പറയുമ്പോൾ നമുക്ക് 2 പേർക്ക് വരെ കിട്ടും.
മുട്ട പിന്നെ ഇപ്പൊ 11 പലരും വരും, നമ്മൾ അങ്ങോട്ട് തെറി വിളിച്ചു പോകും, പക്ഷെ വിളിക്കരുത്. പലരും ഇങ്ങോട്ട് വരും, ചൊറിയാൻ. ഇജോ ഞാൻ 2 വട്ടം ഇന്നലെ ഇന്നുമായിട്ട് രക്ഷപ്പെട്ടു കേട്ടോ. ഒരു തെറി വിളിക്കത്തില്ലേ? വന്നായിരുന്നു ആരെങ്കിലും മുതുക്കിലൊക്കെ ഇങ്ങനെ വരും, വെറുതെ വരും. ഇന്നലെ എന്ത് കാര്യം? അതാ എന്ത് കാര്യം? ഞാൻ തെറി വിളിക്കത്തില്ല ഒരിക്കലും. ഓക്കെ, അവര് പെർമനന്റ് അല്ലേ? അതെ, നമ്മൾ അങ്ങനെ പാലിക്കുക. സിമ്പിൾ. സോ നമ്മള് ഈ റിക്രൂട്ട്മെന്റ് നമ്മള് സിമ്പിൾ ആയിട്ടുള്ള ഒരു വലിയ ആരോഗ്യമൊന്നും ഇല്ലാണ്ടാണ് ഇപ്പൊ ഇന്നൊന്നിലേക്ക് നടത്തിയിട്ടുള്ളത്. അപ്പൊ അത് നിങ്ങൾക്ക് നിങ്ങളത് എന്താണെന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നുള്ളത് നിങ്ങളത് കാണിച്ചിട്ട് നമുക്കത് അതിനുള്ളത് കാണിച്ചു കൊടുക്കാം. അല്ലാണ്ട് നമുക്കിനി ഒരുപാട് ഹൈപ്പും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ രണ്ടുപേരും സിറ്റിയിൽ തെണ്ടി തിരിഞ്ഞ് ചേരപ്പാല നടക്കാണ്ട് ഒഴിവുള്ള സമയങ്ങളിൽ ഗ്രൈൻഡ് ചെയ്യുക. അറിയണം, ഇന്നലെ ഞാൻ ഇതുപോലെ ടീമിൽ കയറിയപ്പോ ഞാൻ ഹാക്കറാന്ന് പറഞ്ഞ എന്നെ ഡിസ്കോഡിയൊക്കെ വിളിപ്പിച്ചായിരുന്നു. ഏത് അഡ്മിൻ കണ്ടിട്ട് പറയാൻ പറ്റത്തില്ല. ഞാൻ തൂറ്റൊക്കില്ല. അവര് പറയുന്ന വിഷയമാണ്. ഞാൻ ഗ്രൈൻഡ് ചെയ്യുന്ന ഉദ്ദേശിച്ചത് മറ്റേ വെടിവെക്കലല്ല, പണിയെടുക്കലാണ്. ശിവന്റെ 30ാമത്തെ കമ്പാക്ക് ആണെന്ന് ഓർത്തോണം. അതെ, ഇത് ഫസ്റ്റത്തെ സാധനം. പറയുന്നത് ഇവിടെ ഗ്രൈൻഡിങ്, വെളിയിലും ഗ്രൈൻഡിങ്, അതറിയാലോ നിങ്ങൾക്ക്. മാസമായിട്ട് ഉണ്ടാക്കിയതല്ലേ മറ്റേ ആർപി നിർത്തി സാഗറിന്റെ സത്യം പറഞ്ഞ വരില്ലെന്ന് ഞാൻ വിചാരിച്ചാണ്. പിന്നെ CR ശിവനാക്കി അല്ലേ? അതെ, ശീലമായിക്കോളും ശിവ. ഇനി ശീലൊന്നുമില്ല. സാഗറിന്റെ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, റേച്ചൽ. അതിന്റെ പുറകെ ശിവനോടാണ് ഞാൻ പറഞ്ഞത് പുറകെ പോവാൻ നിൽക്കുക. അല്ല, നമ്മള് മറ്റേ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യണ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തെടുത്തായിരുന്നു. അല്ല, അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണൊക്കെ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തെടുത്തായിരുന്നു. ഞാനിപ്പോ പുറമേ നിന്ന് കണ്ടപ്പോ ഞാൻ ഗ്യാങ് അല്ല, അതുകൊണ്ട് ഒരു സിറ്റിസൺ എന്ന നിലയിൽ നിങ്ങളുടെ ഒരു കാര്യം ഞാൻ കണ്ടായിരുന്നു. പണ്ട് നിങ്ങളൊക്കെ വിജയിച്ച സമയത്ത് നിങ്ങൾ ഇവിടെ എല്ലാരും സിംഗിൾ ആയിരുന്നു. ഇവിടെ ഇപ്പൊ എല്ലാരും ഇതൊക്കെ ആയപ്പോ എല്ലാം കമ്മിറ്റഡ്, എല്ലാം പെണ്ണ. എനിക്ക് പെണ്ണില്ല. ബ്രോ എന്നെ പോലെ ഉണ്ട് ഇപ്പഴേ. അതുകൊണ്ടാണ് ഇവരുടെ ലക്ഷ്യം തെറ്റുന്നത്. മുട്ടക്ക് എനിക്ക് തോന്നുന്നു സാഗറിന് ശിവനെ അറിയാം. പിന്നെ മുട്ടക്ക് പുതിയ ആൾക്കാരെ ഒരുപാട് പേരെ പരിചയപ്പെടാനുണ്ടാവും, അറിയാത്തവരുണ്ടാവത്തില്. അപ്പൊ മുട്ട ഇവിടെ ഉള്ളവരെല്ലാരും ഒന്ന് പരിചയപ്പെടും. അല്ല, ഈ ഓർഡറിൽ പറയാം. എന്റെ സൈഡിൽ നിന്ന് മാമൻ ഇവരൊക്കെ എനിക്ക് പിന്നെ പറയണേ. മാമ കേട്ടേതാ ഓർഡറിൽ പറ. അറിയില്ലെങ്കിൽ മുട്ട എത്ര ഉള്ളു, അറിയില്ലെങ്കിൽ ആളടുത്ത് ചോദിക്കുക പേരെന്താണ്, പരിചയപ്പെടുക. ഇത് നമ്മുടെ മൊയ്തീന് ആളില്ല, FK ആണ്. അടുത്ത ആള് ഇത് എനിക്ക് ഒരു പറയും. ഫ്രണ്ടി പറയും. അത് എന്റെ പേര് അല്ല, എന്റെ പേര് റിയൂസാക്കി ലോലിറ്റ്. ഫ്രെഡി അത്ര ഉള്ളു. ഫ്രെഡി ഞാൻ പരിചയപ്പെട്ടായിരുന്ന കായലൊക്കെ ഉള്ള സ്ഥലം. ഇത് നമ്മുടെ ഇത് നമ്മുടെ കക്കാശി. എനിക്ക് എല്ലാരും ഒരേപോലെ. ഇത് നമ്മുടെ റാംസ് ബ്രോ. അടുത്ത് കൈ കണ്ടിട്ട് ബാറ്റ്മാൻ അല്ല പെണ്ണു. ഇത് നമ്മുടെ സെയിന്റ്. ഇത് ഇത് നോക്കട്ടെ, ഫേസ് ആണെന്നല്ല. അൾട്രോണല്ല ഇത് ഇനി സാഗർ. ബാസ്കറ്റ് കയ്യിന്ന് വലയൊക്കെ ഇടുന്നാളാ. ഷർട്ട് വരെ ഒരു കാണിച്ചു തരാം. അതിന്റെ അപ്പുറത്താരാ റോള് സെറ്റ് ആക്കിയോടാ.
വർഷങ്ങൾക്ക് മുമ്പ് സെറ്റാ. അതങ്ങനെ പറയാം. എക്സ്ക്യൂസ് മീ, സിആർസിവിന്റെ അച്ഛന്റെ പേരെന്തായിരുന്നു? എന്റെ അച്ഛന്റെ പേരോ? എന്റെ അച്ഛന്റെ പേരാ സാഗർ. പിന്നെ ഇത് നമ്മുടെ കാർവാശി നടത്തുന്ന ബാറ്റ്മാന് എന്നാണോ? എന്റെ ഏട്ടന്റെ പേര് സാഗർ. പിന്നെ ബാറ്റ്മാൻ അങ്ങ് ഫേമസ് ആയി വരുന്നു. മോനെന്ന് പറഞ്ഞു. ബാറ്റ്മാനെ തിരിച്ച് ഇതേപോലെ പിടിച്ചിട്ട് ഇതാക്കണ്ടേ? ആ, ബാറ്റ്മാനെ തിരിച്ച് അതേപോലെ എടുത്തിട്ട് നമുക്ക് ഇതാക്കണം. ഞാൻ പറയടാ നിനക്ക് വേണ്ടിയാടാ. കൊമ്പന്റെ തുമ്പിക്കൈ കൊണ്ട് കാർ ജയിപ്പിക്കും. അടുത്ത കണ്ടന്റ്. അപ്പൊ അടുത്ത ആഴ്ച മുട്ട പോകും. വർഷായിട്ടാ ഇവനെ അറിയണ്ടാവില്ല. പിന്നെ കുറച്ചില്ല തല മുടിയൊക്കെ മാറ്റി. അല്ല സാഗറിന് അറിയായിരിക്കും. അത് സാഗർ പറയുന്നത് ഇല്ല. സാഗർ നീ സംസാരിച്ചോ സംസാരിച്ചാൽ അറിയത്തില്ല, ഒട്ടും അറിയത്തില്ല. അറിയാവോ ക്യൂബന്നല്ലേ? അല്ല ഞാൻ പിന്നെ ആ ബീച്ച് വന്നിരിക്കാറില്ലല്ലേ. അല്ല അല്ലേ 6 വെച്ചിട്ടാ സംസാരിച്ചേ. ഹലോ പ്രതികാരമൊക്കെ തീർക്കണ്ട. പിന്നെ സാഗറിനെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ സംസാരം കേൾക്കാറില്ല. അതുകൊണ്ടാ സാഗർ പ്രതികാരങ്ങളൊക്കെ തീർക്കണ്ടേ. പ്രതികാരം തീർക്കുന്നവനാണ്. അതല്ല അവന്റെ പേര്. ഇവനീ കോലത്തിൽ വന്ന് ഞാൻ എന്നാ പറയാ. കുറച്ചുകൂടി ഭേദമുണ്ട് നേരത്തെ ഇതിലും